വിഷ്ണു പുരാണ പ്രകാരം ഒരു ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഗൃഹസ്ഥൻ കീറാത്ത വസ്ത്രം ധരിക്കണം. മുടി വൃത്തിയായും മിനുസമായും സൂക്ഷിക്കണം. ആവശ്യമെങ്കിൽ സുഗന്ധം വിതറുന്ന ഉടുതുണികൾ ഉടുത്ത് നടക്കാം. പരധനം അപഹരിക്കുകയോ അല്പം പോലും അപ്രിയ ഭാഷണം നടത്തുകയോ ചെയ്യരുത്. പരദൂഷണം, പരനാരിയിൽ മോഹം, ആരോടെങ്കിലും വൈരം എന്നിവയും ഗൃഹസ്ഥന് പാടില്ല. ജനങ്ങളാൽ നിന്ദിക്കപ്പെട്ടവരുടെയും ലക്കില്ലാത്തവരുടെയും അനേകം പേരുടെ ശത്രുവിന്റെയും അന്യരെ പീഡിപ്പിക്കുന്നവരുടെയും ചങ്ങാത്തം ഒഴിവാക്കുക. ദുർനടത്തക്കാരിയുടെ ഭർത്താവ്, അസത്യം പറയുന്നവൻ, ധാരാളി, പരദൂഷണക്കാരൻ, ദുഷ്ടൻ തുടങ്ങിയവരുമായി കൂട്ടുകൂടാനും പാടില്ല. ശക്തിയേറിയ ഒഴുക്കിന് മുന്നിൽ നിന്ന് കുളിക്കുന്നതും കത്തുന്ന പുരയിലേക്ക് കടന്നു ചെല്ലുന്നതും വൃക്ഷങ്ങളുടെ ഉയർന്ന കൊമ്പുകളിൽ വരെ കയറുന്നതും ഒഴിവാക്കണം. പൊതുസ്ഥലങ്ങളിൽ ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുക, നഖം കടിക്കുക, പുൽനാമ്പ് നുള്ളുക, വെറുതെ നിലത്ത് എഴുതുക എന്നിവയും പാടില്ല. താടിത്തുമ്പോ മീശത്തുമ്പോ വായിലേക്ക് കയറ്റി കടിക്കാൻ പാടില്ല. 2 കല്ലും കട്ട പരസ്പരം കൂട്ടിയുരസുക, അതും പാടില്ല. സംസ്കാരമില്ലാത്തവന്റെ ചങ്ങാത്തവും കുടില മനുഷ്യനോട് പ്രതിപത്തിയും അരുത്. സംശയക്കാരനായ പുരുഷനെ ഒരിക്കലും കൂടെ കൊണ്ട് നടക്കാൻ പാടില്ല. സദ്വൃത്തനായ സുഹൃത്ത് സദാ കൂടെയുണ്ടാവുകയും വേണം. ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഏറെ നേരം അവിടെ തന്നെ കിടക്കാൻ പാടില്ല. ഉത്തമന്മാരോടും നീചന്മാരോടും കലഹിക്കുന്നത് ബുദ്ധിയല്ല. തർക്കവും വിവാഹവും സമനിലയിലുള്ളവരുമായി മാത്രമേ നടത്താവൂ. കഫം, വിസർജ്യ വസ്തുക്കൾ, രക്തം മുതലായവ കണ്ടാൽ വഴിമാറിപ്പോവുക. ഭോജനം, പൂജ, മംഗളകർമ്മങ്ങൾ, ജപഹോമങ്ങൾ നടത്തുന്ന സമയത്ത് തുപ്പുന്നതും തുമ്മുന്നതും ഗൃഹസ്ഥധർമ്മത്തിന് വിരുദ്ധമാണ്. ചതുർദശി, അഷ്ടമി, അമാവാസി, പൗർണമി, സൂര്യസംക്രാന്തി തുടങ്ങിയ ദിനങ്ങളിൽ സജ്ജന സംസർഗം, ശാസ്ത്രപഠനം, ദേവപൂജ, ഹോമം, നാമജപം, ധ്യാനം മുതലായവ നടത്തേണ്ടതാണ്. ഒരു ഗൃഹസ്ഥൻ പരസ്ത്രീയെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പോലും മോഹിക്കുവാൻ പാടുള്ളതല്ല. ഭക്ഷണത്തെ ഒരിക്കലും നിന്ദിക്കുവാൻ പാടുള്ളതല്ല. ഞാൻ ഭക്ഷിച്ച വസ്തുക്കളെല്ലാം എനിക്ക് സുഖവും എന്റെ ദേഹത്തിന് ആരോഗ്യവും ചുറുചുറുക്കും ഉണ്ടാകുവാൻ അനുഗ്രഹിക്കൂ എന്നും പ്രാർത്ഥിക്കണം. ഇതുപോലത്തെ പുരാണ സംബന്ധമായ കഥകളും വീഡിയോകളും കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.